എല്ലാവരും എന്ത് പറയണ സുഖമാണോ? നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് മുഴുവട്ട എപ്പോൾ നോക്കിയാലും ഫുഡ് വീഡിയോ എന്തൊക്കെയോ ചെയ്യുന്നു. കറക്റ്റാ. സ്ട്രെസ് വരുമ്പോൾ കുക്കിംഗ് ചെയ്യും, വീഡിയോ ഇടും, വീഡിയോസ് ഇങ്ങനെ തെരുതെരയിടും. അങ്ങനത്തെയാണ്. ഇതൊക്കെ ഒരു സ്ട്രെസ് റിലീഫ് മാത്രമാണ്. അധികം ഫോളോവേഴ്സോ ലൈക്സോ ഒന്നും കിട്ടിയിട്ടല്ല. അതൊരു കൈൻഡ് ഓഫ് സ്ട്രെസ് റിലീഫ് പോലെ ചെയ്യുന്ന കേട്ടോ. സോ ഇന്ന് കല്ലപ്പം അല്ലേ, കള്ളപ്പം തേമി ഈ വെള്ളയപ്പം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വെള്ളയപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഈ ഒരു സാധനം ഈ നാട്ടിൽ വന്നേ പിന്നെയാട്ടോ ഞാൻ കഴിച്ചേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളയപ്പം എന്ന് വെച്ചാൽ ഫ്രില്ലുള്ള അപ്പം, ഇങ്ങനെ ചുറ്റിക്കറക്കി എടുക്കുന്ന അപ്പം അല്ലേ, അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ചിലപ്പോൾ അതും പാലും പഞ്ചസാരയും, പിന്നെ ഒരു ഈവനിങ് ടൈമിൽ അത് തന്നെ വല്ല ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കറി കൂട്ടിയൊക്കെ കഴിക്കും, മുട്ടക്കറി അങ്ങനെയൊക്കെ. ഓക്കെ, എനിവേ ഈ സാധനം ഇവിടെ വന്നിട്ടാണ് കഴിക്കണേ. കല്ലപ്പം എന്നാന്ന് തോന്നുന്നു ഇതിന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഞാൻ എപ്പോൾ അപ്പത്തിന് അരച്ചാലും പ്രോപ്പർ ഫ്ലോപ്പാ. സോ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലത് 2-3 പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇത് നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചതാണ്. ഇത് വേണ്ടോ, ഇതാണ് നമ്മളുടെ ഫ്രോസൺ കള്ളപ്പം. ഓക്കെ, ഇത് ഒരു പാക്കറ്റിൽ ഇങ്ങനെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-30 വരുമായിരിക്കും ഇതിനകത്തെന്ന് തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ചൂടാക്കും. ഫ്രഷ് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും എന്തായാലും വരില്ല, ബട്ട് നല്ല ഫ്ലേവറുണ്ട് ഇതിന്. എനിവേ ആൻഡ് അധികം ചൂടാക്കിയാൽ പണി കിട്ടുകയും ചെയ്യും. സോ നോക്കി ചൂടാക്കിയില്ലെങ്കിൽ പപ്പടം കടിക്കണ പോലെ ഒടിച്ച് കഴിക്കേണ്ടി വരും. ഓക്കെ, ഞാനിത് ഒരെണ്ണമാണെങ്കിൽ 1 മിനിറ്റ് മൈക്രോവേവിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഉണ്ടാക്കുന്നവർ, അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ഇതും നമ്മൾ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഒന്നുമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്നെടുത്ത് ചൂടാക്കാം. ഞാനിതും ചിലപ്പോഴൊക്കെ പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് വെച്ച് കഴിക്കും. ഓക്കെ, ഇത് ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീനും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഒരു ചെമ്മീൻ റോസ്റ്റ്. സോ അതിൽ വെള്ളം വരുന്നുണ്ട്, കഴിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ഒരു സുലൈമാനി വിത്ത് തുളസിയില. ഇവിടെ ചേട്ടായി ദിവാലിക്ക് പോയപ്പോൾ അവിടുന്ന് നമുക്ക് ടെമ്പിളിൽ നിന്ന് കിട്ടും തുളസി പ്ലാന്റ്സ്. എന്താണ് അതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ 2 പ്ലാന്റ്സ് കൊണ്ടുവന്ന് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്.